ഒരു മിനിറ്റ് ഒന്ന്. അതെ, ഞാൻ കുറച്ച് ദൂരെ നിന്നാണ്. ചേട്ടൻ ഈ നാട്ടിലുള്ള ആളാണോ? അതെ അതെ. ആക്ച്വലി ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. നമ്മുടെ ആ പരിസരത്തോട്ട് ഇനി വീടുകളുണ്ടോ? ഈ ഭാഗത്ത് വീടുകളൊന്നുമില്ല. ഇല്ലേ? ഇല്ല. ആ, ഒരു വീടുണ്ട്. ഒരൊറ്റ വീട് ഉണ്ടോ? അല്ല, എന്താ കാര്യം? അല്ല, എന്റെ ചേട്ടൻ ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു 2 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. മൂപ്പരുടെ മൊബൈൽ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ മൂപ്പരുടെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുമ്പോൾ ആ ഏരിയയിലായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് കാട് ഏരിയ ആയതുകൊണ്ട്. ഈ ഏരിയയിലാണോ? എന്താ ഒരു കുഴപ്പമുണ്ട്. അങ്ങോട്ടേ ആരും പോകാറില്ല. അതെന്താ? അതെ, 5 കൊലപാതകം നടന്ന വീടാണ്. CBIയും പോലീസുകാരും വന്നിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കൊരു തുമ്പും കിട്ടിയിട്ടില്ല കൊലപാതകത്തിൽ. അത്രയ്ക്കും ദുരൂഹത പിടിച്ച വീടാണത്. അങ്ങോട്ട് തന്നെ പോണാനിയ. എനിക്ക് പോയേ പറ്റൂ ചേട്ടാ. കാരണം എൻ്റെ ബ്രദറാണ് മിസ്സായിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ ലൊക്കേഷൻ കാണിക്കുന്ന ആ ഭാഗത്ത് തന്നെ. എന്നാ ശരി, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അത് ചേട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു സഹായം ചെയ്യുന്നത്. ഓക്കെ. എന്താ കാര്യം? ഇനി ഈ വണ്ടിയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. എന്താ? അതെ, അവിടെ ആരെയും കണ്ടു വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ. എന്താ ഇറങ്ങി? എന്താ പ്രശ്നം? നമുക്കേ ഫ്രണ്ട് വഴി പോകണ്ട, ബാക്ക് വഴി പോകും. ഫ്രണ്ട് വഴി പോയാൽ എന്താ പ്രശ്നം? അത് ഭയങ്കര പ്രശ്നമാണ്. എടാ, നമ്മൾ ആ വീടിന്റെ ബാക്ക് വഴിയല്ലേ വരുന്നത്. അപ്പൊ ഭയങ്കര സിറ്റല ഇവിടെ. എന്റെ ലൊക്കേഷൻ നോക്കോ. നോക്ക്. ഇവിടെ റേഞ്ച് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കണ്ടില്ലേ, മൊത്തം കാടാടാ. ഇവിടെ ഫുള്ള് റേഞ്ച്. ഇവിടെ റേഞ്ച് കുറവാണ്. എന്റേലും ഇല്ല റേഞ്ച്. ഇനി കുറെ ദൂരം പോകാം. പിന്നെ നമ്മൾ ആ വീടിന്റെ ബാക്ക് വഴി ആയതുകൊണ്ട് കുറച്ച് ചിറ്റല. അതുകൊണ്ട് നമുക്ക് പോകാം. വെള്ളം എന്തെങ്കിലും കുടിക്കാം. അടുപ്പിട്ട് വന്നു. ഇതേ വീട്. അതാ ഈ വെക്കോട്ടാ. ഞാനെവിടെ പോകുന്നു? എനിക്ക് പേടിയാ. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇതുവരെ വന്നിട്ട് പിന്നെ ആ വീടിന്റെ ഉള്ളിൽ കൂടെ കയറ്റാതെ അങ്ങ് പോവാന്നു. ഞാനിങ്ങ് വന്നേ. 3-4-5 കൊല ഞാനിങ്ങ് വാടും. എടാ, ഞാൻ വെറുതെ പറഞ്ഞല്ലടാ. എനിക്ക് ശരിക്കും പേടിയാ. ആ വീട്ടിലേക്ക് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതാണ്. ചേട്ടൻ സീരിയസ് ആയിട്ട് ആ, അത്രയും പേടിയാണെങ്കിൽ ചേട്ടൻ പോയിക്കോ ചേട്ടാ. എനിക്കെന്തായാലും എൻ്റെ ചേട്ടനെല്ലാം തിരിച്ചു വന്നിട്ട് ഞാൻ വരാം.